കോഴിക്കോട് കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട അമ്മയും കുഞ്ഞും മരിച്ചു. കൈതേരിമുക്ക് സ്വദേശി രമ്യയും മകൻ ശിവാനന്ദുമാണ് മരിച്ചത്. കുറ്റ്യാടിപ്പുഴയുടെ ഭാഗത്ത് വസ്ത്രമലക്കാൻ എത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇന്ന് കോഴിക്കോടടക്കം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കനത്ത മഴയുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ അപകടത്തിൽപ്പെട്ടത് അമ്മയും കുഞ്ഞും? നീലിമ, ഇന്ന് വൈകുന്നേരമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായിട്ടുള്ള രമ്യ, 7 വയസ്സുകാരൻ മകൻ ശിവാനന്ദ്, ഇരുവരും കുറ്റ്യാടി പുഴയിലേക്ക് ഈ വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി വന്നതായിരുന്നു ഈ വൈകുന്നേരം. ഈ സമയത്ത് ഈ അമ്മയായ രമ്യയുടെ കൺമുന്നിൽ വെച്ച് ഈ ശിവാനന്ദ് കാൽ വഴുതി ഈ പുഴയിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് ഈ ശിവാനന്ദ് പുഴയിലേക്ക് വീണത് കണ്ട ഈ രമ്യ ഉടൻ തന്നെ പുഴയിലേക്ക് എടുത്തു ചാടുകയാണ് ഉണ്ടായത്. ഇരുവരും ഒഴുക്കിൽപ്പെട്ടു കുറെ ദൂരം ഒഴുകി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് പ്രദേശത്ത് ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ ഈ കാഴ്ച നേരിൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴയാണ്, പുഴയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് നാട്ടുകാർ തന്നെയാണ് ഈ ഒഴുക്കിൽപ്പെട്ട രമ്യയെ ഉടൻ തന്നെ അവിടെ നിന്ന് ഈ പുറത്തേക്ക് കൊണ്ടുപോയി തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ രമ്യ മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ 7 വയസ്സുകാരനായിട്ടുള്ള ശിവാനന്ദനായിട്ടുള്ള തിരച്ചിൽ തുടങ്ങിയത്. അല്പം മുമ്പാണ് ശിവാനന്ദന്റെ മൃതശരീരം ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് നിന്ന് ഒരുപാട് മാറിയാണ് ഈ ശിവാനന്ദന്റെ മൃതദേഹം ലഭിക്കുന്നത്. ഈ കുറ്റ്യാടിയെ സംബന്ധിച്ച്, ഈ പുഴയെ സംബന്ധിച്ചൊക്കെ വലിയ ഒഴുക്കുള്ള പുഴയാണ്. ആരും ഈ ഘട്ടത്തിൽ പുഴയിലും മറ്റുമൊന്നും കുളിക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ പോകരുത് എന്നൊക്കെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. നീലിമ. ശരി അനഘ, കോഴിക്കോട് കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട അമ്മയും കുഞ്ഞും മരിച്ചു. കൈതേരിമുക്ക് സ്വദേശി രമ്യയും മകൻ ശിവാനന്ദുമാണ് മരിച്ചത്. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്